ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി അറബിക് കബ്സയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇവ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഫ്രൈ ആയി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 6 മുളക് കട്ട് ചെയ്യാതെ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് കബ്സ മസാല 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 തക്കാളി മിക്സിയിൽ അരച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ ചിക്കനിൽ നന്നായി മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ചിക്കനെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇതിലേക്ക് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച സെല്ല റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മാറ്റി വെച്ച ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കബ്സ മസാല, 1 ടീസ്പൂൺ വിനീഗർ എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. ഇനി നടുവിലായി ഒരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് അതിലേക്ക് നമുക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായി
കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി കവർ ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ് വരെ ഇങ്ങനെ അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കബ്സ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളുടെ ഈസി റെസിപ്പി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്